ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കല്ലുമ്മക്കായ റോസ്റ്റാണ്. 2 തവണയേ ഞാൻ ട്രൈ ചെയ്തുള്ളൂ. എനിക്കും എൻ്റെ ഫ്രണ്ട്സിനും ഇഷ്ടപ്പെട്ടു. എങ്കിൽ പിന്നെ നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിച്ചു. അതിനായി 2 ചെറിയ സവാള അരിഞ്ഞു വെച്ചു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു, കറിവേപ്പില, പച്ചമുളക് നെടുകെ കീറിയത്. കല്ലുമ്മക്കായുടെ ചീത്ത ഭാഗമെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കഴുകിയെടുത്ത് എൻ്റെ മനസ്സിന് ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ വിനെഗർ കൂട്ടി കഴുകി മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച് മാറ്റിവെച്ച കല്ലുമ്മക്കായ. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുന്നു. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്യുന്നു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ചതച്ചു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്യുന്നു. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം ഒരു തവി കൊണ്ട് ഇതിനെ പതിയെ വഴറ്റി കൊണ്ടുവരണം. എല്ലാവരും ഇതുപോലെ ആയിരിക്കണമെന്നില്ല കല്ലുമ്മക്കായ ഉണ്ടാക്കുന്നത്. പതിയെ നല്ല രീതിയിൽ വഴണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ആഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി വീണ്ടും നമ്മൾ ഇളക്കി നല്ല രീതിയിൽ വഴറ്റി കൊണ്ടുവരുന്നു. ചിലർ കല്ലുമ്മക്കായ ഈ ഗ്രേവിയിലിട്ടും വേവിക്കും. ചിലർ കല്ലുമ്മക്കായ സെപ്പറേറ്റ് വേവിച്ച് ഈ അരപ്പിലേക്ക് ആഡ് ചെയ്യും. എൻ്റെ രീതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. നല്ല രീതിയിൽ വഴഞ്ഞു വന്നു. ഇനി അതിലേക്ക് സവാള ആഡ് ചെയ്തു. സവാള പെട്ടെന്ന് വേവാൻ വേണ്ടി അതിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ആഡ് ചെയ്യുന്നു. എല്ലാം കൂടി മൊത്തത്തിൽ ഇളക്കുന്നു. നല്ല രീതിയിൽ ഇളക്കി വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടി ഐറ്റംസ് ആഡ് ചെയ്യണം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഫിഷ് മസാല, കാശ്മീരി ചില്ലി, എരിവുള്ള മുളക് പൊടി, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് വഴറ്റി ഈ രൂപമാക്കിയിട്ടുണ്ട് ഞാൻ. ഇതിലേക്ക് ഓൾറെഡി നമ്മളവിടെ കല്ലുമ്മക്കായ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് ഗ്രേവി ആഡ് ചെയ്യുന്നില്ല. ആ വേവിച്ച് വെച്ച കല്ലുമ്മക്കായ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഓൾറെഡി കുറച്ച് വെള്ളം ഇതിലുണ്ട്. എല്ലാം കൂടി നല്ല രീതിയിൽ അടി തട്ടി ഇളക്കി നല്ല രീതിയിൽ വേവിച്ചെടുക്കണം. വേവിച്ച് ഇളക്കി ഈ രൂപമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയേ ഫൈനൽ സ്റ്റേജ്. താങ്ക് യു.